ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഞാനെന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ദശപുഷ്പം പറിച്ചു വെച്ചിരുന്നേ. അപ്പോൾ ദശപുഷ്പത്തിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. 10 തരം ഔഷധ സസ്യങ്ങളാണ് ദശപുഷ്പം എന്നറിയാലോ. അതിൽ നിന്ന് ഞാൻ പൂവാങ്കുരുന്നല, അതുപോലെ തന്നെ ചെറുവിള, പിന്നെ മുയൽ ചെവി, ഇതെല്ലാം ഞാനൊന്ന് പറിച്ചെടുക്കുകയാണ്. ഈ കൂട്ടത്തിൽ നിന്ന് ഞാനതെല്ലാം ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്, മരുന്നൊന്നും ഉണ്ടാക്കാനല്ല. എന്താ കാര്യം എന്ന് ഞാൻ പറയാം. ഈ സാധനങ്ങൾ ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കൂട്ടരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറിച്ചെടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കടക്കിലൊക്കെ നിറച്ച് മണ്ണുണ്ട്. അത്ര കുടഞ്ഞിട്ടോ മണ്ണൊന്നും പോകുന്നില്ല. എനിക്കിതൊന്ന് ആദ്യം ഞാനൊന്ന് കൊണ്ടുപോയി കഴുകട്ടെ കേട്ടോ. ദശപുഷ്പങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അത് ഞാനിനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇത് പിന്നീട് ഈ ദശപുഷ്പങ്ങളൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോ. നോക്കട്ടെ. ഇപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ, കൊണ്ടുപോയിട്ട് നല്ലവണ്ണം ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ, വൃത്തിയാക്കിയിട്ട്. അതിൻ്റെ കടക്കിലൊക്കെ നിറച്ച മണ്ണാണ്. ഇതിങ്ങനെയായിട്ട് അത് കൊതിയന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനതൊന്ന് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കട്ടെ. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടില്ലേ. അത് കൊണ്ടുവന്ന് കാണിക്കുമ്പോഴേക്കും എന്താ കൊതി നോക്ക്. അതൊന്ന് കൊത്തി തിന്നാനായിട്ട് ഭയങ്കര കൊതിയാണ് ഇവർക്കിത്. ഇതിൻ്റെ കിളിക്കുട്ടന്മാരെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അല്ലേ? അവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരെയും ഞാൻ കാണിച്ചു തരാമേ. എൻ്റെ കിളിക്കുട്ടന്മാർക്ക് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടിട്ട് നോക്കിക്കോ. ഓരോരുത്തരായിട്ട് പറന്ന് വരണത് നോക്കിക്കോ കേട്ടോ. അവിടെ ഇപ്പം നല്ലൊരു മേളായിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും കൂടി എത്തിയിട്ട് വ്യക്തമാവണില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വ്യക്തമാവണില്ല. ഞാൻ നല്ല വ്യക്തമായി കാണിച്ചു തരാം. അവരുടെ അത് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷവും ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല വ്യക്തമായിട്ട്. ഇത് ക്ലിയർ ആകുന്നില്ല, ഞാനിങ്ങനെ എടുത്തിട്ട് ക്ലിയർ ആകുന്നില്ല. നല്ല ക്ലിയറായിട്ട് എടുത്തു തരാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇവരിങ്ങനെ കാണുന്നത്? ഇവരെല്ലാം ഇങ്ങനെ ഈ കിളികളിങ്ങനെ പാറി നടക്കുന്നത്, കൂടി നടക്കുന്നത് കാണുന്ന എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും അല്ലേ? ഞാൻ ഇപ്പം കാണിച്ചു തരാമേ. എല്ലാവരും നല്ല സന്തോഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ പറന്ന് നടക്കുന്നത് ഇത് എല്ലാം കൊത്തിപ്പറിക്കിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പോഴും വീഡിയോ നല്ല ക്ലിയർ ആകുന്നില്ല. എല്ലാവരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറക്കട്ടെ. ഒന്ന് തുറന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. നോക്ക്, എല്ലാവരെയും കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, എന്താ നോക്ക്. എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഞാൻ തുറന്ന് പിടിച്ചിട്ട് നിന്ന് വീഡിയോ എടുക്കാനായിട്ട്. ആദ്യം തുറന്ന് പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കർട്ടനും മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെങ്ങാനും തൊട്ടടുത്തേക്കൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇവരെങ്ങാനും പറന്നു പോകുമെന്ന് നല്ല പേടിയുണ്ട്. പോയിട്ടില്ല, അങ്ങനെ ഇതുവരെ പോയിട്ടില്ല. എന്നാലും പറയാൻ പറ്റില്ലല്ലോ. അബദ്ധത്തിലെങ്ങാനും പെട്ടെന്ന്, കിളികളല്ലേ, അവർക്കങ്ങനെ പെട്ടെന്ന് തുറന്നിരിക്കുന്ന കാണുമ്പോൾ പുറത്തേക്ക് അങ്ങോട്ട് പറന്നു പോയാൽ ഒരു മോഹമൊക്കെ തോന്നിക്കൂടാന്നില്ലല്ലോ. അല്ല, ഇഷ്ടാഹാരമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ അവർ അത് തന്നെ കൊത്തിപ്പറക്കി തിന്നും. പേടിയൊന്നുമില്ല കേട്ടോ. അടുത്തേക്ക് വരാനും അടുത്ത് വന്ന് കൊത്തി തിന്നാനൊന്നും ഒരു പേടിയില്ല അവർക്ക്. നോക്ക്, എല്ലാവരും കൂടി കൂട്ടം കൂടി എത്ര സന്തോഷത്തിലാണ് കൊത്തി തിന്നണേന്ന് നോക്ക്. അല്ല, എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിൽ നല്ല ബഹളത്തിൽ ഒച്ചയും ബഹളമൊക്കെ കൂട്ടിയിട്ടാണ് കൊത്തി തിന്നുന്നത് എല്ലാവരും കൂടി. ഇതിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാരിങ്ങനെ കണ്ടോ. അവർക്കിതൊന്നും തിന്നാൻ വേണ്ട. അവരുടെ വേറൊരു ലോകത്താണെന്നുണ്ട്, പരസ്പരം സംസാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ താഴെ പതുക്കെ ഓരോരുത്തരായിട്ട് തീറ്റ കഴിഞ്ഞ് പതുക്കിന് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പറന്ന് ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വലയുള്ള കാരണമാണെന്ന് തോന്നുന്നു ഇതത്ര ക്ലിയർ ആയി കിട്ടുന്നില്ല. വെറുതെ അല്ല, അവിടെ ഒരാൾ ചെറുതായിട്ട് പണിയൊപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചേട്ടനും അനിയത്തിമാരും എത്തിയിട്ടുണ്ട് ഇവിടെ. വെറുതെ അല്ല, ഇവരുടെ പണി ഇവിടെ വന്നിട്ട് ഈ കിളികളെ പിടിക്കാൻ പറ്റുമോ നോക്കലാണ് ഇവരുടെ പണി. അതൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അനിയത്തിമാർ രണ്ടുപേരും വന്നത് ഇന്ന് കിളിയെ പിടിക്കാൻ കിട്ടുമോ? രണ്ടുപേരും ഉണ്ട് ഇവിടെ, ഉറുമ്പികൾ. അത് പിടിക്കാൻ കിട്ടുമോ
ആ കിളികളെ കണ്ടിട്ടേ അവരിങ്ങനെ ഇവിടെ ആർക്കല്ല ആ വരുന്നുണ്ട്, അടുത്ത ആളും വരുന്നുണ്ട്. ആ ആ അവൻ്റെ ഇപ്പം കിട്ടുന്നതാണ് വിചാരം ചേട്ടൻ്റെ അനിയത്തിമാരുടെ, ഇപ്പം കയ്യിൽ കിട്ടുന്ന കിളികളെ. ആ കിളികൾക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല കേട്ടോ. അവരൊന്നും ഇവിടെ വന്ന് നിൽക്കണമെന്നൊന്നും അവർക്കൊരു പേടിയില്ല. അവർ ഇതൊക്കെ ഞങ്ങളെത്ര കണ്ടതാ, കണ്ടോ ഞങ്ങളെത്ര കണ്ടതാന്നുള്ള മട്ടിലാണ് അവർ കിളികളെ. അവർ പേടിച്ച് മാറണമൊന്നുമില്ല, പേടിച്ച് പറന്ന് പോകണമില്ല. എന്തായാലും രസമായിട്ടുണ്ട് കിളികളും ജിഞ്ചു. അവരവിടെ കിളികളൊക്കെ കൂടി നല്ല ഹാപ്പി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊത്തിപ്പറക്കുക. ഇവർ പുറമേ നിന്ന് പിടിക്കാൻ നോക്കുക, നടന്നാൽ തന്നെ. എങ്ങനെയുണ്ട് എൻ്റെ കിളികളും എൻ്റെ പൂച്ചകളും? ഇഷ്ടമായോ?